സിംബാബ്വെ പര്യടനത്തിനുള്ള ഇന്ത്യൻ T20 ടീം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ ക്രിക്കറ്റ് ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന രോഷം ഒട്ടും കുറയുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ സംഭവം. T20 ലോകകപ്പ് എന്ന സ്വപ്നതുല്യമായ വേദിയിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത ഒരു താരത്തെ തൊട്ടടുത്ത പരമ്പരയിൽ നിന്ന് തന്നെ തഴയുക എന്നത് ഏത് ക്രിക്കറ്റ് പ്രേമിയെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ വിവിധ ഇടങ്ങളിൽ നിറയുന്ന ഈ രോഷം കേവലം ഒരു താരത്തോടുള്ള സ്നേഹം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷനിലെ സുതാര്യതയില്ലാത്ത തീരുമാനങ്ങളോടുള്ള വലിയൊരു ചോദ്യം കൂടിയാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ പങ്കെടുത്ത 7 പ്രമുഖ താരങ്ങളെയാണ് സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിൽ അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ് തുടങ്ങി മുൻനിര താരങ്ങൾ ഉൾപ്പെടുന്നു. ഇവർക്കെല്ലാം വിശ്രമം അനുവദിച്ചതാണെന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം ഈ ന്യായീകരണം ഒട്ടും അർത്ഥവത്തല്ല എന്ന് ആരാധകർ ഉറപ്പിച്ചു പറയുന്നു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ആദ്യത്തെ മത്സരം മാത്രം കളിക്കാൻ അവസരം ലഭിച്ച സഞ്ജുവിനെപ്പോലെയുള്ള ഒരു താരത്തിന് എന്തിനാണ് ഇത്ര പെട്ടെന്ന് വിശ്രമം നൽകുന്നത് എന്നതാണ് ആരാധകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ടീമിന്റെ സ്ഥിരം സാന്നിധ്യമല്ലാത്ത ലഭിക്കുന്ന ചുരുങ്ങിയ അവസരങ്ങൾ കൊണ്ട് തന്റെ മികവ് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരനോട് കാണിക്കുന്ന ഈ അവഗണന ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ അനീതിയായി മാറുകയാണ്. ഒരു കളിക്കാരൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുമ്പോൾ, വലിയൊരു നേട്ടം സ്വന്തമാക്കി നിൽക്കുമ്പോൾ അവരെ തഴയുക എന്നത് ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർക്കുന്ന ഒന്നാണ്. ലോകകപ്പിന്റെ നിർണായകമായ നോക്കൌട്ട് മത്സരങ്ങളിൽ സമ്മർദ്ദത്തെ അതിജീവിച്ച് ബാറ്റ് ചെയ്ത സഞ്ജുവിന്റെ മനക്കരുത്തിനെ ലോകം മുഴുവൻ കണ്ടതാണ്. എന്നാൽ ഇന്ന് സെലക്ടർമാരുടെ തീരുമാനങ്ങൾ അത്തരം പ്രകടനങ്ങളെ തീർത്തും അവഗണിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു കളിക്കാരനെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുകയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അവരെ അനാവശ്യമായി മാറ്റുകയും ചെയ്യുന്ന രീതി BCCIയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാവുന്നുണ്ടോ എന്ന സംശയവും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു. ഇത് ഒട്ടും ആരോഗ്യകരമായ ഒരു പ്രവണതയല്ലെന്നും സഞ്ജു സാംസൺ ഇതിലും മികച്ച പരിഗണന അർഹിക്കുന്നുണ്ടെന്നും അഭിപ്രായപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വല്ലാത്ത അസ്ഥിരതയാണ്. T20 ലോകകപ്പിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിജയകിരീടം ചൂടിയത് ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും കളിയിലെ കേമനായ സഞ്ജുവിനെയും വളരെ പെട്ടെന്ന് ടീമിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയെന്നത് വലിയൊരു അമ്പരപ്പാണുണ്ടാക്കുന്നത്. ഇത്ര പെട്ടെന്നാണോ ഒരു ടീമിന്റെ ഘടന മാറ്റിമറിക്കുന്നത്? മാറ്റങ്ങൾ അത്യാവശ്യമാണ്, പക്ഷേ അത് വ്യക്തമായ പ്ലാനിങ്ങോടെ ആയിരിക്കണം. എന്നാൽ ഇവിടെ കാണുന്നത് വെറുമൊരു വെട്ടിനിരത്തൽ മാത്രമാണ്. ക്രിക്കറ്റ് ആരാധകർ വിശ്വസിക്കുന്നത് സഞ്ജുവിനെ പോലെയുള്ള ഒരു കളിക്കാരൻ ടീമിന്റെ നട്ടെല്ലായി മാറേണ്ടവനാണ് എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ പുറത്തിരുത്തുന്നത് ടീമിന്റെ ബാലൻസിനെയും ബാധിക്കും. സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിരൂക്ഷമായ വിമർശനങ്ങളാണ്. ടീം മാനേജ്മെന്റിനും കോച്ച് ഗൗതം ഗംഭീറിനും സെലക്ടർമാർക്കുമെതിരെ ആരാധകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ശ്രേയസ് അയ്യർ നയിക്കുന്ന സിംബാബ്വെ ടീമിൽ സഞ്ജുവിന്റെ പേര് കാണാത്തതുകൊണ്ട് തന്നെ ആരാധകർക്ക് ടീമിനോടുള്ള താൽപര്യവും കുറഞ്ഞിരിക്കുകയാണ്. ഒരു കളിക്കാരന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് അയാളുടെ കരിയറിനെ മാത്രമല്ല, ആ കളി കാണുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ആവേശത്തെ കൂടിയാണ് കൊല്ലുന്നത്. സഞ്ജു സാംസൺ എന്ന താരം ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഈ ഉയരങ്ങളിലെത്തിയത്. പലപ്പോഴും അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ള സഞ്ജുവിനോട് കാണിക്കുന്ന ഈ ക്രൂരത ചരിത്രം മാപ്പ് നൽകില്ല എന്ന് പറയുന്നവരും കുറവല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളിയല്ല, അത് ഇന്ത്യക്കാരുടെ വൈകാരികമായ ഒരു ഘടകമാണ്. അവിടെ നടക്കുന്ന തീരുമാനങ്ങൾ ആരാധകരുടെ മനസ്സിനെ കൂടി ബാധിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ വെറുമൊരു കളിക്കാരനല്ല, അദ്ദേഹത്തിനൊരു പ്രത്യേക ആരാധക വൃന്ദമുണ്ട്. അത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യയിലെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അങ്ങനെയുള്ള ഒരു താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അതിന്റെ തിരിച്ചടിയും സ്വാഭാവികമാണ്. ഈ പര്യടനം കഴിയുമ്പോൾ സഞ്ജുവിന്റെ തിരിച്ചുവരവ് സാധ്യമാകുമോ? അതോ സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ ഇവിടെ അവസാനിക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാലം മാത്രമേ പറയുകയുള്ളൂ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആരാധകർ അങ്ങേയറ്റം നിരാശരാണ് എന്നത് സത്യമാണ്. BCCIയുടെ ഭാഗത്തുനിന്ന് വ്യക്തമായൊരു മറുപടി ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. എന്തുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കി എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം ലഭിക്കാത്ത കാലത്തോളം ഈ രോഷം കെട്ടടങ്ങാൻ പോകുന്നില്ല. അവസാനമായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പങ്ക് വലുതാണ്. അദ്ദേഹത്തിന് ലഭിച്ച അവസരങ്ങളിൽ പലതും അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഫോമിലുള്ള ഒരു താരത്തെ മാറ്റി നിർത്തുന്നത് ടീമിന് നഷ്ടം മാത്രമാണ് വരുത്തുക. വരും മത്സരങ്ങളിലെങ്കിലും സഞ്ജുവിന് അർഹിക്കുന്ന അവസരങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ അതുവരെ ആരാധകരുടെ ഈ പ്രതിഷേധം തുടരുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സഞ്ജുവിനെ ഒഴിവാക്കിയത് ശരിയായ തീരുമാനമാണോ, അതോ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സഞ്ജുവിനോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണോ ഇത്? ലോകകപ്പ് ഹീറോ ആയ സഞ്ജുവിനെ ടീമിൽ നിന്ന് തഴഞ്ഞ ഈ തീരുമാനം കൊണ്ട് ഇന്ത്യൻ ടീമിന് ഗുണമാണോ അതോ ദോഷമാണോ ഉണ്ടാവുക? സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ ഇതോടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ വരും പരമ്പരകളിൽ സഞ്ജു തിരിച്ചുവരുമെന്ന് തന്നെയാണോ നിങ്ങളുടെ വിശ്വാസം? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.
ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.